വയനാട്ടിലേക്ക് പോയപ്പോൾ തൊട്ടിട്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഏട്ടൻ്റെ വൈഫ് എൻ്റെ സൂപ്പർവൈസറുടെ വീട്ടിൽ പോകണമെന്ന്. അപ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇവരുടെ സൂപ്പർവൈസർ എഡ്നൈസിൻ്റെ വീട് വയനാടാണ്. അപ്പം അവർ വിഷുവിന് വീട്ടിലുണ്ടാവും. അവരുടെ കല്യാണം കഴിച്ച വീടാണ് മലപ്പുറം. അതാണ് മിംസിൽ വർക്ക് ചെയ്യുന്നത് ഇവരെ കൂടെ കേട്ടോ. നമ്മളെ നാട്ടിൽ വന്ന് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഹസ്ബൻഡിൻ്റെ വീട് മലപ്പുറം. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചക്ക വറുത്തത്, കായ വറുത്തത്, അതുപോലെ തന്നെ ഉണ്ണിയപ്പം, അച്ചപ്പം, ഇതൊക്കെ ഹോം മെയ്ഡാണ്. ആ ചേച്ചിയുടെ അമ്മ ഉണ്ടാക്കിയതാണ്. ഞങ്ങളൊരു വിഷു കഴിഞ്ഞ സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത്. വിഷുവിന് അവരുടെ വീട്ടിൽ ഇവർ 3 പെൺകുട്ടികളാണ്. അതിലൊരു ചേച്ചിയാണ് കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3 പെൺകുട്ടികളുടെ രണ്ടാളുടെ ഭർത്താക്കന്മാരും, ഒരാളുടെ ഭർത്താവില്ല, രണ്ടാളുടെ ഭർത്താക്കന്മാരും പെൺകുട്ടികളും എല്ലാവരും പഠിക്കുന്ന സമയത്താണ് കേട്ടോ. ഞങ്ങൾ എന്തൊരു സന്തോഷത്തോടെയാണ് അവർ സ്വീകരിച്ചത് പറയാം. ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞിട്ട് അവർ ഇത്രയും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ 1.5 മണിക്കൂറേ നിന്നിട്ടുള്ളെങ്കിലും ഒരുപാട് സന്തോഷം തോന്നി ഇവരുടെ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ. കാപ്പിയും ചക്കയും അതുപോലെ തന്നെ നിറയെ ഫ്രൂട്ട്സും, ഈ തെങ്ങിലൊക്കെ ഏറ്റവും താഴെയായിട്ടാണ് ഈ തേങ്ങയൊക്കെ കഴിച്ചിട്ടുള്ളത്. പിന്നെ മിറാക്കിൾ ഫ്രൂട്ട്സ്, നിശാഗന്ധി, അതുപോലെ തന്നെ ഇതൊരു പേരയ്ക്കയാണ്. നമ്മളെ നാട്ടിലുള്ള പോലത്തെ ഒരു പേരയ്ക്കയല്ല, അടയ്ക്കാപ്പഴത്തിൻ്റെ ഒരു വലിപ്പമേ ഉള്ളൂ. കാരണം ഒരു അടയ്ക്കയുടെ ഒരു വലിപ്പമേ ഉള്ളൂ. ഇത് പേരയ്ക്കയാണെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ പേരയ്ക്കയുടെ ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ. അതിന് ഒരു പുളിപ്പും അതുപോലെ തന്നെ മധുരവും കൂടി ആയിട്ടുള്ള ഇങ്ങനെ റബ്ബർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെങ്ങുന്നുണ്ട്. നമ്മളുടെ പേരയ്ക്കയൊക്കെ ചെറുതാവുമ്പോൾ അത് കടിക്കുമ്പോൾ ഭയങ്കര ഹാർഡാണല്ലോ, ഇത് സോഫ്റ്റാണ്. ഓർക്കാപ്പുളിയൊക്കെ കണ്ടില്ലേ, ചക്കയൊക്കെ എത്ര അടുത്താണെന്നറിയോ നിൽക്കുന്നത് മരത്തിലൊക്കെ. അടിപൊളി എല്ലാം ഉള്ളൊരു സ്ഥലം കേട്ടോ. ഇവരെല്ലാം കൃഷിയും ചെയ്യുന്ന ആളുകളാണ്. എന്തൊരു സന്തോഷം എന്നറിയാം ഇവിടെ വന്നപ്പോൾ. നമുക്ക് ഈ ഒരു സ്ഥലത്ത് വന്നിട്ടില്ല, ഇവരുടെ ഈ ഒരു വീട്ടിലോട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ. കാരണം അത്രയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ഫാമിലി, അത്രയും നന്നായിട്ടാണ് നമ്മളെ പാമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മളെ ഓരോരുത്തരെയും. കാരണം ഈ വീട്ടുകാർ നമ്മൾ വന്നത് മുതൽ നമ്മളെ യാത്രയാക്കും വരെ നമ്മുടെ കൂടെ നിന്ന് സംസാരിച്ച് കുശലം പറഞ്ഞ് നമ്മളെ ഒരുപാട് നാളത്തെ പരിചയമുള്ള പോലെയാണ് നമ്മളോട് ഇവർ പെരുമാറിയത് കേട്ടോ. ഞങ്ങൾക്കൊന്നും ഒരു പരിചയം ഇല്ലെങ്കിലും അടിപൊളിയായിരുന്നു, ഹാപ്പിയായി എല്ലാവരും പോകുന്നത് കേട്ടോ.